ക്ലാസ്സിൽ ടോപ്പർ ആവുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ ടോപ്പർ ആവുക എന്ന് പറയുമ്പോഴേ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ തോൽപ്പിച്ച് ഫസ്റ്റ് അടിക്കുക എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്നലെയുള്ള നിങ്ങൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും മെച്ചപ്പെട്ട നിങ്ങളായി ഇന്ന് നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ടോപ്പർ ആകും. വെൽക്കം ടു 3 at 3. പഠനത്തിൽ ടോപ്പർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റെഗുലറായി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്നൊരു ദിവസം പഠിച്ചു, പിന്നൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പുസ്തകം തുറക്കുക. ഇങ്ങനെയാണ് എങ്കിൽ പഠനത്തിൽ ടോപ്പർ ആവുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയില്ലേ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്, ഏതാണ്ട് ഏത് സമയത്തായിരിക്കും പരീക്ഷ വരാൻ സാധ്യതയുള്ളത്. ഇതെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാനും റെഗുലറായി പഠിക്കുവാനും സാധിക്കാത്തത്? കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അതിനനുസരിച്ച് പഠിക്കുവാൻ ശ്രമിക്കുക. ഇനി പഠിക്കുമ്പോഴേ വെറുതെ അങ്ങോട്ട് മെമ്മറൈസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുകയാണ് എങ്കിൽ പരീക്ഷാ സമയത്ത് നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പഠിക്കുന്നത് എന്ത് തന്നെയായാലും അത് മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴുള്ള ഏതാണ്ട് എല്ലാ പരീക്ഷകളിലും ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ വെറുതെ കാണാപ്പാഠം പഠിച്ചതാണെങ്കിൽ എന്താ സംഭവിക്കുക? അതേ ചോദ്യം അതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല ഓർമ്മയുള്ള ആളാണ് എങ്കിൽ അത് കണക്കങ്ങടെ എഴുതാൻ സാധിക്കും. പക്ഷെ അതല്ലാതെ ഒരു വളഞ്ഞു കുത്തിയ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൃത്യമായി കാര്യം മനസ്സിലാക്കാത്ത ഒരാൾ ഇതെന്ത് ചോദ്യമാണപ്പാ എന്ന് ചിന്തിച്ചിരിക്കുകയുള്ളൂ. ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ വെറുതെ കാണാപ്പാഠം പഠിക്കാതെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഏത് പരീക്ഷ നിങ്ങൾ എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, ആ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് അതൊരുപാട് പ്രാവശ്യം ചെയ്തു നോക്കിയിട്ടുണ്ടാകണം. അതല്ല എങ്കിൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ആ പരീക്ഷയുടെ സാമ്പിളിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല. അവിടെയാണ് ടൈം മാനേജ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. ചില പരീക്ഷകൾ എഴുതി പുറത്തു വന്ന ശേഷം നിങ്ങൾ തന്നെ പറയാറില്ലേ, എൻ്റെ അമ്മേ സമയം കിട്ടിയില്ല എന്ന്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളും എത്ര സമയമെടുത്ത് ഉത്തരം എഴുതണം എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ആ പ്രാക്ടീസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ നിങ്ങളെ ടോപ്പറാക്കാൻ സഹായിക്കും.